നമ്മുടെ നാട്ടിൽ ഇന്ന് കൂണ് മുളയ്ക്കുന്ന പോലെയാണ് ഡയാലിസിസ് യൂണിറ്റുകൾ കൂടിക്കൂടി വരുന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി ഫെയിലിയർ കൂടിക്കൂടി വരുന്നതാണ്. ഇതിന് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. നമ്മുടെ ജീവിതശൈലിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളാണ് കിഡ്നീനെ അപകടത്തിലാക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ തെറ്റുകളാണ് കിഡ്നി ഫെയിലിയറിലോട്ട് പോകുന്നത്, നമുക്ക് ഏതൊക്കെ ഭക്ഷണം കഴിച്ചാൽ ഒരു പരിധി വരെ കിഡ്നീനെ സംരക്ഷിക്കാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ. നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ നമ്മൾ തന്നെ അറിയാതെ ചെയ്യുന്ന തെറ്റുകളായിട്ടോ നമ്മൾ അറിയുന്ന ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ടോ കിഡ്നി ഇന്ന് കംപ്ലീറ്റ് ഫെയിലിയറിലോട്ട് പോകുന്നുണ്ട്. കിഡ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ A to Z പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. മൂത്രം അരിച്ച് പുറന്തള്ളുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ മറ്റു പല പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ചുവന്ന രക്താണുക്കളുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നു, വൈറ്റമിൻ ഡിയുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, BP കൺട്രോൾഡ് ആക്കി നിർത്തുന്നു. ഇവയൊക്കെ കിഡ്നിയുടെ പ്രവർത്തനം കൊണ്ടാണ്. നമുക്ക് വേണ്ട ധാതുക്കളെയും ലവണങ്ങളെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നതും ഈ കിഡ്നി തന്നെയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നതാണ് കിഡ്നി. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും കിഡ്നി പുറത്തോടൊന്നും ലക്ഷണങ്ങൾ കാണിക്കാതെയൊക്കെ ഒരു പരിധി വരെ മാനേജ് ചെയ്ത് പോകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതൊന്നും ചെയ്യാതിരുന്നാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ കിഡ്നി ഫെയിലിയർ തടയാൻ പറ്റും. ഏറ്റവും ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ചികിത്സിക്കുക. ഇന്ന് നമ്മൾക്കറിയാം മിക്ക ഇലകളോ അല്ലെങ്കിൽ പഴങ്ങളോ നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന രോഗങ്ങൾ തടയാൻ ഇത് നല്ലതാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ധാരാളമായിട്ട് അതങ്ങ് കഴിക്കും. ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുൻപ് തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഇരുമ്പൻ പുളി നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഇരുമ്പൻ പുളി എടുത്ത് ജ്യൂസാക്കി അതങ്ങ് ദിവസവും കുടിക്കാൻ തുടങ്ങി. അവിടെ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിത് കഴിച്ചിരുന്നതെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഓക്സലേറ്റുകൾ അടിഞ്ഞ് കിഡ്നി ഡാമേജ് ആവുകയാണ്. നമ്മൾ തന്നെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇതുപോലെയാണ് മറ്റ് പല കണ്ടീഷൻസ് എടുക്കുകയാണെങ്കിലും ചില ഇലക്കറികൾ പൊതുവേ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇലക്കറികൾ പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദോഷമില്ല. ഇത് തന്നെ നമ്മൾ അരച്ച് പിഴിഞ്ഞ് ജ്യൂസായി കുടിക്കുന്നവരാണെങ്കിൽ ഇത് നമ്മുടെ കിഡ്നിനെ നശിപ്പിക്കുന്നു. നെല്ലിക്ക നമുക്ക് നല്ലതാണ്, ഏറ്റവും നല്ല പോലെ വൈറ്റമിൻ സി ഉണ്ട്, ഏറ്റവും നല്ല റിച്ച് സോഴ്സ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ കുറച്ച് അധികം വൈറ്റമിൻ സി കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കോവിഡ് കാലങ്ങൾക്ക് അല്ലെങ്കിൽ പല ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഒരു ദിവസം ഒരു 8-10 നെല്ലിക്ക എടുത്ത് അരച്ച് ജ്യൂസാക്കി കുടിക്കുക. അത് നമുക്ക് ദോഷം ചെയ്യും. ദിവസം 1-2 നെല്ലിക്ക അത്രയും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ജ്യൂസാക്കി കഴിക്കുകയാണെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുക. നമ്മൾ പാകം ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ചീരയൊക്കെ ആണെങ്കിൽ ഒരു ലിമിറ്റിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ജ്യൂസാക്കി കഴിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം. ഡോക്ടേഴ്സിനെ കാണാനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ ഒരു സമയലാഭത്തിന് വേണ്ടിയിട്ടോ സ്വയം ചികിത്സിക്കുക. പനി വരുമ്പോൾ ഉടനെ പാരസെറ്റമോളോ അല്ലെങ്കിൽ മറ്റ് പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ മറ്റ് ടാബ്ലറ്റ്സോ ഡിപ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഫെയിലിയറിലോട്ട് പോകാം. ഇനി അധികമായിട്ട് ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാം. ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന പേസ്ട്രി, കേക്ക്സ്, പുഡിംഗ് ഇവയിലൊക്കെ ധാരാളം ഫോസ്ഫറസ് ഉണ്ട്. ഇവ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ അളവ് കൂടിയാലും നമുക്കറിയാം BP കൂടാനൊരു കാരണം എന്ന് പറഞ്ഞാൽ സോഡിയം കൂടുന്നതാണ്. സോഡിയം എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഫോമിൽ ഉപ്പായിട്ട് നമ്മൾ കഴിക്കുന്നത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഹോട്ടൽ ഫുഡുകളിൽ പ്രത്യേകിച്ച് അതൊന്നും കേടുകൂടാതിരിക്കാനും അതുപോലെ തന്നെ ഒന്ന് ടേസ്റ്റ് കൂടാനും അവർ ആവശ്യത്തിലും കൂടുതൽ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ദിവസവും കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 5 ഗ്രാം ആണെങ്കിൽ അതിലും അധികം നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് നമുക്ക് കിഡ്നി ഡാമേജിലോട്ട് എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളാണ്. മദ്യപാനം, പുകവലി പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റ് ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് തന്നെ കിഡ്നിനെയും ബാധിക്കുന്നുണ്ട്. മദ്യം എന്ന് പറയുന്ന ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിനെ മുഴുവൻ ഊറ്റിക്കളയും, അത് നമ്മുടെ കിഡ്നിക്ക് സ്ട്രെയിൻ ചെയ്യുകയും അത് നമുക്ക് കിഡ്നി ഫെയിലിയറിലോട്ട് പോകും. പുകവലി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് രക്തക്കുഴലിൽ അടിയുകയും അത് അടിയുന്ന ഭാഗമായിട്ട് കിഡ്നി ഫെയിലിയറിലോട്ട് പോകാം. കാരണം കിഡ്നിക്ക് വേണ്ട രീതിയിലുള്ള രക്തം പമ്പ് ചെയ്ത് എത്തുന്നില്ലാത്തതുകൊണ്ട്. അതുപോലെ നമ്മൾ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കാതിരുന്നാലും കിഡ്നീനെ ബാധിക്കും. നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചോറുണ്ട് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഈ ഒരു ശീലമുള്ളവരാണെങ്കിൽ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിലും നമുക്ക് കിഡ്നിക്ക് ഫെയിലിയറിലോട്ട് പോകാൻ കാരണമാകും. കാരണം നമ്മുടെ ശരീരഭാരം എടുക്കുകയാണെങ്കിൽ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം, ഇതാണ് കണക്ക്. ഈ ഒരു കണക്കിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് വെള്ളം കുടിക്കണം. അപ്പം അങ്ങനെ നിർബന്ധമായി വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ബോട്ടിൽ രാവിലെ തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ട് അത് കുടിക്കാൻ വേണ്ടി ശീലിക്കുക. എങ്കിലൊരു പരിധി വരെ കിഡ്നി അപകടത്തിലാവുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇനി ഉറക്കത്തിന് വലിയൊരു ഫാക്ടർ ഉണ്ട്. ഉറക്കം എങ്ങനെ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ ഒരു പരിധി വരെ ഒരു കുറഞ്ഞ അളവിലെങ്കിലും കിഡ്നിക്ക് ചെറിയൊരു റെസ്റ്റ് ഉണ്ട്.
കിഡ്നിയുടെ ലോഡ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് കിഡ്നിക്ക് ചെറിയൊരു റെസ്റ്റ് കൊടുത്താൽ തന്നെ അത് കുറച്ചധികം കാലം കൂടി ഓടാൻ സഹായിക്കും. ഇനി നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് കൂടുതൽ ഇഷ്ടം നോൺ വെജ് ഫുഡ് കഴിക്കാനാണ്. എത്ര രാത്രി വൈകിയാലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ രാത്രിയാണ് കൂടുതലും ഹോട്ടലുകളൊക്കെ പ്രവർത്തിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ തന്നെ ഉച്ചത്തെ ലഞ്ച് നമുക്കൊന്ന് മോഡറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ രാത്രി നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ട് കിടക്കും. ഈ ഒരു ശീലം ഉള്ളതുകൊണ്ട് തന്നെ അമിതവണ്ണം നമുക്ക് പെട്ടെന്ന് വരുന്നു, കുടവയറ് നമുക്ക് പെട്ടെന്ന് വരുന്നു. അമിതവണ്ണമൊക്കെ വരുമ്പോൾ തന്നെ ഏറ്റവും വലിയ വില്ലനാവുന്നത് ലോഡ് കൂടുകയാണ് കിഡ്നിക്ക്. അപ്പോൾ കിഡ്നിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി പെട്ടെന്ന് ഡാമേജ് ആവാം. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യാത്തതും ഈ അമിതവണ്ണത്തിന് കാരണമാകും. നമ്മൾ ഒരുപാട് സെഡൻറ്ററി ലൈഫാണ്, നമുക്ക് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ കുറേ ഗാഡ്ജറ്റുമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യായാമം ഇല്ലാത്തതും കിഡ്നിയുടെ ലോഡ് കൂട്ടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇറച്ചി അല്ലെങ്കിൽ റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അമിതവണ്ണം എന്നുള്ളൊരു ആംഗിൾ കൂടാതെ തന്നെ നമ്മൾ അധികമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലഡ് അസിഡിക് ആവുകയാണ്. നമ്മുടെ അസിഡിക് pH ബ്ലഡ് മാറും. ഇത് കിഡ്നിക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കിഡ്നിക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുമ്പോൾ കിഡ്നി ഒരുപാട് ഫങ്ഷൻ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ കിഡ്നി ഡാമേജിലോട്ട് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സാണ് യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻസ് ഉള്ളവർ നടക്കുന്നത്. അവരും കൂടുതലായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്നു, ബ്ലഡ് ഒരു അസിഡിക് pH പോകുന്നു, ക്രിസ്റ്റൽ ഫോർമേഷൻ വരുന്നു, അവർക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവുന്നു. അതും ഒരു കിഡ്നി ഡിസീസിലോട്ട് മാറുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ നോൺ വെജ് പ്രോട്ടീൻസ് കഴിക്കാതെ കുറച്ചുകൂടെ വെജ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ശീലങ്ങൾ, ഈ കുറച്ച് ശീലങ്ങളാണ് നമ്മുടെ കിഡ്നി ഡാമേജിലോട്ട് പെട്ടെന്ന് എത്തിക്കുന്നത്. മാക്സിമം ഈ ഒരു ശീലങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കിഡ്നി ഡാമേജ് തടയാനും പറ്റും. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കിഡ്നി രോഗങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു പരിധി വരെ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ശീലിക്കണം നോക്കാം. അപ്പം ഡയബറ്റീസോ BP കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ബേസിക്കായിട്ട് അത് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് കിഡ്നിയുടെ ഡാമേജ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്യാപ്സിക്കം. ക്യാപ്സിക്കത്തിൽ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതൊരു പരിധി വരെ കിഡ്നിക്ക് ഉണ്ടാകുന്ന നീർക്കെട്ടുകളോ ഇൻഫ്ലമേഷൻസോ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഫൈബേഴ്സും വൈറ്റമിൻ B6 ഒക്കെ ഫോളേറ്റ്സും ഒക്കെ ഈ ക്യാപ്സിക്കത്തിലുണ്ട്. ഈ ഫോളേറ്റ്സും വൈറ്റമിൻ B6 ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് RBC പ്രൊഡക്ഷന് സഹായിക്കും. അപ്പോൾ കിഡ്നി ഡാമേജ് ഒക്കെ ആയിട്ട് എറിത്രോപോയിറ്റിനൊക്കെ കുറഞ്ഞ രീതി നിൽക്കുകയാണെങ്കിൽ നമുക്ക് HB കുറയുന്നത് കാണാം. നല്ലപോലെ ക്ഷീണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കഴിച്ചാൽ ഒരു കുറച്ചൊക്കെ മാനേജ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ക്യാബേജിലും ഈ പറഞ്ഞ രീതിയിൽ ഫോളേറ്റ്സും ഫൈബേഴ്സും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ കിഡ്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു പരിധിവരെ നീർക്കെട്ടുകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ മഞ്ഞളിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് കുർക്കുമിൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഒലീക് ആസിഡ്, ഇവ നമുക്ക് കിഡ്നിക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെയിൻ കുറയ്ക്കുന്നതായിട്ട് കാണാം. ഒലിവ് ഓയിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സാലഡിലൊക്കെ ഒരു ഡ്രസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഒരിക്കലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് സാലഡൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലൊരു ഡ്രസ്സിംഗ് ആയിട്ട് ഒലിവ് ഓയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സും ഉണ്ട്. ഇനി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആപ്പിളാണ്. ആപ്പിൾ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. ഈ ഫൈബേഴ്സ് നമുക്കിപ്പം കുടലിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല ടോക്സിൻസിനെ പെട്ടെന്ന് തന്നെ പുറം തള്ളി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫൈബേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. അതുപോലെ തന്നെ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ അതിലും ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തണ്ണിമത്തൻ നമുക്ക് നല്ല ഹൈഡ്രേഷൻ തരുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്ന ഒരു പരിധിവരെ കിഡ്നിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കും. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഉപ്പിൻ്റെ അളവൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കിഡ്നീനെ അപകടത്തിലാക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് നിങ്ങൾ കഴിക്കുമ്പോൾ മാക്സിമം വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു 4 ഗ്രാമിലൊക്കെ കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിധിവരെ കിഡ്നി ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വെളുത്തുള്ളിയിൽ അല്ലിസിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഇതും നമുക്കൊരു പരിധിവരെ കിഡ്നി ഡാമേജ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ കിഡ്നി ഡാമേജ് ഉണ്ടാകുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവിന് കഴപ്പ്, നടുവേദനയൊക്കെ. ഈ ഒരു പ്രശ്നവും നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഞ്ചി നല്ലൊരു ഡയൂറെറ്റിക്കായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കുക. ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചീര മാത്രമല്ല, അല്ലാതെ മറ്റ് ബ്രക്കോളി അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ധാരാളമായി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോഴും പാചകം ചെയ്ത് കഴിക്കുമ്പം ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ RBC പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസോ അല്ലെങ്കിൽ മിനറൽസോ അല്ലെങ്കിൽ അയണൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു RBC കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ HB കുറയുന്നതുകൊണ്ടോ ഉണ്ടാകുന്ന ക്ഷീണവും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മുടെ കിഡ്നിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും.
ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 1 ഗ്രാം ഇതാണ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവ്. അതായത് ഒരു 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ അവർക്ക് കഴിക്കാം ഒരു ദിവസം. കിഡ്നി ഡാമേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുക. എപ്പോഴും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണ്. പയർ, കടല, പരിപ്പ്, കൂണ്, അതേപോലെ പനീർ ഇവയൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. മാക്സിമം നിങ്ങൾ അനിമൽ പ്രോട്ടീൻസ്, റെഡ് മീറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു കിഡ്നി പേഷ്യൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 1 കിലോയ്ക്ക് 0.8 ഗ്രാം മാത്രമേ പ്രോട്ടീൻ കഴിക്കാൻ പാടുള്ളൂ. ഇനി കൊഴുപ്പ് കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു ദിവസം കഴിക്കേണ്ട കൊഴുപ്പിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 ഗ്രാം കൊഴുപ്പാണ്. കിഡ്നി ഡാമേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൊഴുപ്പ് ഒരു ദിവസം ഒരു 25 ഗ്രാം മാത്രമേ കഴിക്കാവുള്ളൂ. പകുതിയായിട്ട് കുറയ്ക്കണം. അതുപോലെ സോഡിയം, പൊട്ടാസ്യം ഒക്കെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോഡിയം ഞാൻ പറഞ്ഞ പോലെ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ, പപ്പടം, അച്ചാർ, ഉപ്പിലിട്ടതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പൊട്ടാസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അധികം പൊട്ടാസ്യമുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ ഒന്ന് ഒഴിവാക്കുക. കൂടുതലായിട്ട് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കരിക്ക്, ഏത്തപ്പഴം, മാതളം ഇവയിലൊക്കെയാണ്. മാക്സിമം നിങ്ങൾ കഴിയുമ്പോൾ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ പൊട്ടാസ്യം കുറവുള്ള പൈനാപ്പിൾ, ആപ്പിൾ, ബെറീസ്, പേരയ്ക്ക ഇവയൊക്കെ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും കഴിക്കുമ്പോൾ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സോഡിയം, പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഭക്ഷണം കൂടുതലായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, നല്ല രീതിയിൽ കൃത്യമായിട്ട് ഉറങ്ങുക. അതായത് ഒരു 6-7 മണിക്കൂർ കൃത്യമായിട്ട് തന്നെ ഉറങ്ങാൻ വേണ്ടി ശീലിക്കുക. വ്യായാമം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മാക്സിമം നിർബന്ധമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള വെയിൽ കൊള്ളുക, കൃത്യമായി വെള്ളം കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള തെറ്റുകൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.